അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ വൽഹംദുലില്ലാ വഖഫാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനൽ മുസ്തഫ വഅലാ ആലിഹി വസ്വഹ്ബിഹി അലി സിദ്ഖി വൽ വഫാ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ഹദീസിൻ്റെ കിതാബായ മിഷ്കാത്തുൽ മസാബീഹിലെ കിതാബു സൗമിലെ ഒന്നാമത്തെ പാഠമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഈ പാഠത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് റമളാൻ മാസം നോമ്പ് നോൽക്കേണ്ടത് മാസം കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും അല്ലാതെ കണക്ക് നോക്കി ഹിലാൽ കമ്മിറ്റി പോലുള്ള പല കമ്മിറ്റികളും ചെയ്യുന്ന പോലെ കണക്ക് നോക്കിയിട്ടല്ല എന്നും പിന്നെ ഷെക്കിൻ്റെ ദിവസമായ ഷാബാൻ 30 അല്ലേ, ഷാബാൻ 30 ഷെക്കിൻ്റെ ദിവസം എന്നാണ് പറയപ്പെടുക. ആ ദിവസം നോമ്പ് നോൽക്കൽ ഹറാമാണ് നമ്മളെ മദ്ഹബിൽ. ഷെക്കിൻ്റെ ദിവസം അഥവാ ഷാബാൻ 30 ആവാനും സാധ്യതയുണ്ട്, റമളാൻ 1 ആവാനും സാധ്യതയുണ്ട്. ആ ദിവസത്തിൽ നോമ്പ് നോൽക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ പാഠത്തിൽ പറയുന്നത്, ഈ ബാബിൽ പറയുന്നത്. നോക്കൂ, ബാബു റുഇയത്തിൽ ഹിലാലി, ചന്ദ്രനെ കാണുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബാബ്. അൽ ഫസ്ലുൽ അവ്വലു, ഒന്നാമത്തെ ഫസ്ൽ. അൻ ഇബ്നി ഉമറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുസൂമു ഹത്താ തറൂ അൽ ഹിലാല വലാ തുഫ്തിറൂ ഹത്താ തറൗഹു ഫൈൻ ഗുമ്മ അലൈക്കും ഫഖ്ദുറൂ ലഹു. ഇബ്നു ഉമർ റളിയല്ലാഹു തങ്ങളാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ തുസൂമു, നിങ്ങൾ നോമ്പ് നോൽക്കരുതേ, ഹത്ത തൊറു അൽ ഹിലാല, നിങ്ങൾ മാസം കാണുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നോമ്പ് നോൽക്കരുത്. മാസം കാണുന്നത് വരെ നോമ്പ് നോൽക്കരുത് പറഞ്ഞാൽ അത് റമളാൻ മാസത്തിലെ റമളാൻ്റെ മാസം കണ്ട് എന്ന് നമ്മുടെ അടുത്ത് സ്ഥിരപ്പെടുന്നത് വരെ 2 സാക്ഷികൾ വേണമല്ലോ അല്ലേ. അപ്പോൾ രണ്ട് നീതിമാന്മാരായ ആളുകളുടെ സാക്ഷിത്വം കൊണ്ട് റമളാൻ മാസം കണ്ട് എന്ന് നമ്മുടെ അടുത്ത് സ്ഥിരപ്പെടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, റമളാൻ നോമ്പ് നോൽക്കാൻ പാടില്ല. നമ്മൾ കാണണം എന്നില്ല, സ്ഥിരപ്പെട്ടാൽ മതി, ഖാദിയിൽ സ്ഥിരപ്പെടുത്തിയാൽ മതി അല്ലേ. അപ്പോൾ സ്ഥിരപ്പെടുന്നത് വരെ ലാ തുസൂമു, നിങ്ങൾ നോമ്പ് നോൽക്കരുത്, ഹത്താ തുറൂ അൽ ഹിലാല, ഹിലാലിനെ കാണുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നോമ്പ് നോൽക്കരുത്. ഹിലാലിൻ്റെ ഉദ്ദേശം നമ്മൾ പറഞ്ഞു, ചന്ദ്രനെ കാണുകയെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ കാണുമെന്ന് സ്ഥിരപ്പെടുന്നത് വരെ. വലാ തുഫ്തിറൂ, നിങ്ങൾ എന്ത് ചെയ്യരുത്, നോമ്പ് മുറിക്കുകയും ചെയ്യരുത്, ഹത്താ തറോഹു, ആ ചന്ദ്രനെ കാണുന്നത് വരെ. അപ്പോൾ നോമ്പ് തുടങ്ങാനും നോമ്പ് മുറിക്കാനും എന്ത് കാണണം, ചന്ദ്രനെ കാണണം, മാസം കാണണം, മാസം കണ്ടെന്ന് സ്ഥിരപ്പെടണം. ഇവിടെ ചന്ദ്രൻ ഷവ്വാലിൻ്റെ ചന്ദ്രനാണ് അല്ലേ. ഷവ്വാൽ പ്രവി ആയെന്നുള്ള കണ്ടു എന്നുള്ള നമ്മൾ തക്ബീറൊക്കെ ചെല്ലപ്പോഴല്ലേ മാസം കണ്ടോ ചോദിക്കൂലേ. വലാ തുഫ്തിറു, നിങ്ങൾ നോമ്പ് മുറിക്കരുത്, ഹത്താ തറോഹു, നിങ്ങൾ ഷവ്വാലിൻ്റെ ചന്ദ്രനെ കാണുന്നത് വരെ. 2 നീതിമാന്മാരെ ആളുകളുടെ അവർ കണ്ടു എന്ന് സ്ഥിരപ്പെടുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നോമ്പ് മുറിക്കുകയും ചെയ്യരുത്. ഫൈൻ ഒമ്മ അലൈക്കും, ഇനി നിങ്ങളുടെ മേൽ മേഘം മറയിട്ടാൽ, മേഘം മൂടിയാൽ, ചന്ദ്രനെ കാണൂല, മേഘം വന്ന് കാർമേഘമുണ്ട്, ചന്ദ്രനെ കാണൂല, മേഘം എന്ത് ചെയ്തിട്ടുണ്ട്, ചന്ദ്രനെ മൂടിയിട്ടുണ്ട്. ഫൈൻ ഒമ്മ, മേഘം മൂടിയാൽ, അലൈക്കും, നിങ്ങളുടെ മേൽ മേഘം മൂടിയാൽ, ഫഖ്ദുറൂ ലഹു, നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഫഖ്ദുറൂ, കണക്കാക്കിക്കോളൂ, കണക്ക് പിടിച്ചോളൂ, ലഹു, ആ ചന്ദ്രന് വേണ്ടി കണക്ക് പിടിച്ചോളൂ. അഥവാ മാസം എന്ത് ചെയ്യാൻ, കണക്കാക്കി, മാസത്തിൻ്റെ എണ്ണം എന്ത് ചെയ്യാൻ, കണക്കാക്കാൻ.
ഫഖ്ദുറു നിങ്ങൾ എണ്ണം കണക്കാക്കുക. നിങ്ങൾ ഏത് മാസത്തിലാണ് ഉള്ളത്? ഷാബാനിലാണെങ്കിൽ ഷാബാന് 30 പൂർത്തിയാക്കുക. റമളാനാണെന്നുണ്ടെങ്കിൽ റമളാൻ എന്ത് ചെയ്യുക? 30 പൂർത്തിയാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? മാസം കണക്കാക്കുവിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റമളാൻ നോമ്പ് നിർബന്ധമാവാനും റമളാൻ നോമ്പ് മുറിക്കാനും മാസം കാണണം. ഇനി മേഘം മൂടിയാൽ എന്ത് ചെയ്യുക? എണ്ണം പൂർത്തിയാക്കുക. ഫഖ്ദുറു നിങ്ങൾ എണ്ണം കണക്കാക്കുക. ലഹു ആ മാസം കാണാനുള്ള എണ്ണം നിങ്ങൾ എന്ത് ചെയ്യുക? കണക്കാക്കുക. എണ്ണം 30 എന്ത് ചെയ്യേണ്ടത്? പൂർത്തിയാക്കേണ്ടത്. അപ്പം അതിൻ്റെ അർത്ഥം നിങ്ങൾ 30 മാസം 30 പൂർത്തിയാക്കുക എന്നത് എൻ്റെ അർത്ഥം. വഫീ റിവായത്തിൻ മറ്റൊരു റിവായത്തിലുണ്ട്, ഖാല നബി പറഞ്ഞിരിക്കുന്നു, അശ്ശഹുറു 29 ലൈലത്തൻ ഫലാ തസൂമൂ ഹത്താ തറൗഹു ഫഇൻ ഗുമ്മ അലൈക്കും ഫഅക്മിലു അൽ ഇദ്ദത 30. അശ്ശഹുറു മാസമാകുന്നത് 29 ലൈലത്തൻ 29 രാത്രികളാകുന്നു. ആ മാസം 29 ഉണ്ടാകും എന്നർത്ഥം. മാസം ചിലപ്പം 29 ഉണ്ടാകും. അശ്ശഹുറു മാസമാകുന്നത് 29 ലൈലത്തൻ 29 രാത്രികളാകുന്നു. അഥവാ 29 എന്തുണ്ടാകും? മാസം ഉണ്ടാകും എന്നർത്ഥം. അതുകൊണ്ട് ഫലാ തസൂമു നിങ്ങൾ എന്ത് ചെയ്യരുത്? റമളാൻ ഉദ്ദേശിച്ച് നോമ്പ് നോൽക്കരുത്. ഹത്താ തറൗഹു ആ മാസം നിങ്ങൾ എന്ത് ചെയ്ത്? ആ ലമീർ മാസത്തിലേക്ക് പോണ്. ആ മാസം നിങ്ങൾ കാണുന്നത് വരെ നിങ്ങൾ റമളാൻ ഉദ്ദേശിച്ച് എന്ത് ചെയ്യരുത്? നോമ്പ് നോൽക്കരുത്. 29 ഉണ്ടാകാം. അപ്പോൾ 29 മാസം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ആ മാസം കാണുന്നത് വരെ നോമ്പ് എന്ത് ചെയ്യരുത്? നോൽക്കരുത്. ഫൈൻ ഗുമ്മ അലൈക്കും നിങ്ങളുടെ മാസം എന്ത് ചെയ്തു? മൂടിയാൽ, മേഘം ചന്ദ്രനെ മൂടിയാൽ, അലൈക്കും നിങ്ങളുടെ മേൽ മേഘം കൊണ്ടോ മറ്റോ മറയിട്ടാൽ, മൂടപ്പെട്ടാൽ, ഫൈൻ ഗുമ്മ മൂടപ്പെട്ടാൽ, അലൈക്കും നിങ്ങളുടെ മേൽ മേഘം കൊണ്ടോ മറ്റോ മൂടപ്പെട്ടാൽ, ഫഅക്മിലു നിങ്ങൾ പൂർത്തിയാക്കുക, അൽ ഇദ്ദത എണ്ണത്തെ നിങ്ങൾ പൂർത്തിയാക്കുക. അഥവാ ഷാബാന്റെ എണ്ണത്തെ നിങ്ങൾ പൂർത്തിയാക്കുക. 30 ആക്കി എന്ത് ചെയ്യുക? 30 ദിവസമാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പൂർത്തിയാക്കുക. അപ്പോൾ 29 അന്ന് മാസം കാണുണ്ടോ നിങ്ങൾ നോക്കുക. മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് നോറ്റാൽ മതി. മാസം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ 30 ഷാബാൻ എന്ത് പൂർത്തിയാക്കുക? 30 ദിവസം പൂർത്തിയാക്കുക. മുത്തഫഖുൻ അലൈഹി ഹദീസാകുന്നു. അടുത്ത ഹദീസ് വൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി ഫഇൻ ഗുമ്മ അലൈക്കും ഫഅക്മിലൂ ഇദ്ദത ഷഅബാന 30. ഇവിടെ ഷഅബാൻ എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നേരത്തെ ഫഅക്മിലൂ ഇദ്ദത എന്നുള്ളത് അവിടെ എന്താവും? ഷഅബാൻ തന്നെ ആകും എന്നീ ഹദീസിന് കിട്ടി. അബൂ ഹുറൈറ തൊട്ട് തന്നെ നിവേദനം, ഖാൽ അദ്ദേഹം പറഞ്ഞു, ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? സൂമു നിങ്ങൾ നോമ്പ് നോൽക്കുക, ലിറുയതിഹി ചന്ദ്രൻ കാണുന്നത് വേണ്ടി, അപ്പോൾ ചന്ദ്രൻ കണ്ടതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? നോമ്പ് നോൽക്കുക. അപ്പം ചന്ദ്രൻ കണ്ടത് കാരണം, ലിറുയതിഹി ചന്ദ്രനെ കണ്ടത് കാരണം നിങ്ങൾ എന്ത് ചെയ്യുക? നോമ്പ് നോൽക്കുക. വഅഫ്തിറൂ നിങ്ങൾ എന്ത്? ഈദുൽ ഫിത്ർ ആക്കുക. വഅഫ്തിറൂ നിങ്ങൾ ഈദുൽ ഫിത്ർ ആക്കുക. ലിറുയതിഹി ചന്ദ്രനെ കണ്ടത് കാരണം നിങ്ങൾ എന്ത് ചെയ്യുക? ഈദുൽ ഫിത്ർ ആക്കുക. ഫൈൻ ഗുമ്മ അലൈക്കും നിങ്ങളുടെ മേൽ മൂടപ്പെട്ടാൽ, ഫഅക്മിലു നിങ്ങൾ പൂർത്തിയാക്കുക, ഇദ്ദത ഷഅബാന ഷഅബാന്റെ എണ്ണം നിങ്ങൾ പൂർത്തിയാക്കുക, 30 നിങ്ങൾ 30 എന്ത് ചെയ്യുക? പൂർത്തിയാക്കുക. അപ്പോൾ ഫൈൻ ഗുമ്മ അലൈക്കും നിങ്ങളുടെ മേൽ മൂടപ്പെട്ടാൽ, മേഘം കൊണ്ടോ മറ്റോ നിങ്ങളുടെ മേൽ ചന്ദ്രനെ കാണാൻ കഴിഞ്ഞില്ല, മൂടപ്പെട്ടാൽ, ഫഅക്മിലു നിങ്ങൾ പൂർത്തിയാക്കണേ, ഇദ്ദത ഷഅബാന ഷഅബാന്റെ എണ്ണത്തെ പൂർത്തിയാക്കണേ, 30 30 നിങ്ങൾ പൂർത്തിയാക്കണേ. അതുപോലെ തന്നെ റമളാനും 30 എന്ത് ചെയ്യണം? മേഘം മറയിട്ടാൽ, അപ്പോൾ ആകാശം മൂടിയാൽ എന്ത് ചെയ്യണം? 30 പൂർത്തിയാക്കാനാണ് നബി തങ്ങളുടെ ഓർഡർ ഉള്ളത്.
അല്ലാതെ ചില ആളുകളൊക്കെ കണക്കാക്കണ പോലെ എന്തല്ല, ഈ ചന്ദ്രൻ്റെ ഒക്കെ പോക്ക് കണ്ടിട്ട് അങ്ങനെ ഉണ്ടല്ലോ. ഹിലാൽ കമ്മിറ്റി ഇറക്കി മരൂല് എന്താണ് ചന്ദ്രനെ കാണാതെ 2 ദിവസം മുമ്പ് എന്ത് ചെയ്യും, നോമ്പും പെരുന്നാൾക്ക് ഉറപ്പിക്കും. ഹിലാൽ കമ്മിറ്റി, ഹിജ്രി കമ്മിറ്റി, മുജാഹിദിൻ്റെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഒക്കെ ടീമാണ്, അവരങ്ങനെ പൂർത്തിയാക്കും. അങ്ങനെ അല്ല നബിത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നബിത്തങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ്, മാസം കണ്ട് ചന്ദ്രനെ കണ്ട് നോമ്പ് പൂർത്തിയാക്കാനാണ്, ഷാബാൻ പൂർത്തിയാക്കാൻ നബിത്തങ്ങളെ ഓർഡർ. ഇനി എന്തെങ്കിലും മറയിടാണെന്നുണ്ടെങ്കിൽ എന്തു വേണം, മറിയിടാണെങ്കിൽ പൂർത്തിയാക്കാൻ, എണ്ണം പൂർത്തിയാക്കാൻ നബിത്തങ്ങളുടെ ഓർഡർ, കൽപ്പന ഉള്ളത്. ഓക്കെ, ഇത് മുത്തഫിഖുൻ അലൈഹി ഹദീസാണ്. വഅൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ഇന്നാ നിശ്ചയമായി നമ്മൾ ഉമ്മത്തുൻ ഉമ്മിയത്തുൻ ലാ നകുതുബു വലാ നഹ്സുബു അശ്ശഹറു ഹകദാ വഹകദാ വഹകദാ വഖദൽ ഇബ്ഹാമ ഫി الثالثة ثم قال الشهر هكذا وهكذا وهكذا يعني تمام 30 يعني مرة 29 ومرة 30 متفق عليه. വൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം, ഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നാ നിശ്ചയമായ നമ്മൾ അറബികൾ, ഉമ്മത്തുൻ ഒരു സമുദായമാകുന്നു, ഒരു സംഘമാകുന്നു, ഉമ്മിയത്തുൻ ഉമ്മിയായ നിരക്ഷരായ സമുദായമാകുന്നു, നമ്മൾ നിരക്ഷരായ സമുദായമാകുന്നു. തങ്ങൾ പറയുന്ന നമ്മൾ ഉമ്മത്തുൻ ഒരു ഉമ്മത്താകുന്നു, ഉമ്മിയത്തുൻ ഒരു ഉമ്മിയായ, ഉമ്മി മീൻസ് ഉമ്മീനെ 2 അർത്ഥം ഇവിടെ കൊടുക്കാം. ഒന്നിരിക്കൽ എന്ത്, എഴുതാനോ വായിക്കാനോ അറിയാത്ത ഉമ്മിയെ, നിരക്ഷരം എന്ന് പറഞ്ഞു. നബി തങ്ങളെ പറ്റി പറഞ്ഞില്ല ഉമ്മിയെ, ലാ യക്തുബൂന വല യക്റഊന, എഴുതാനോ വായിക്കാൻ, അവർ അധികരിച്ച പേര്, അറബികളിലെ അധികരിച്ച പേരും എഴുതാനും വായിക്കാനും അറിയാത്തവരായിരുന്നു. അപ്പം നമ്മൾ നിരക്ഷരാണ്. ഒന്നിരിക്കൽ അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ എന്തുക, അതിനെ ഉമ്മുൽ ഖുറയിലേക്ക് ചേർത്തിട്ട്, ഉമ്മുൽ ഖുറ, ഉമ്മുൽ ഖുറ എന്ന മക്കയുടെ പേരാണ്, മറ്റൊരു പേരാണ് ഉമ്മുൽ ഖുറ. അപ്പോൾ ഇന്ന ഉമ്മത്തുൻ മക്കിയത്തുൻ എന്നർത്ഥം വരും. നമ്മൾ മക്കക്കാരായ ഒരു സംഘം ആളുകളാണ് എന്നർത്ഥം വരും. നിങ്ങൾ ഉമ്മിയത്തുൻ എന്നുള്ളതിന് നിരക്ഷരം എത്തും അറിയാതെ നിരക്ഷരം നർത്ഥം വെക്കുക, അല്ലെങ്കിൽ മക്കക്കാരായ ആളുകൾ നർത്ഥം വെക്കുക. ഉമ്മുൽ ഖുറയിലേക്ക് ചേർത്തിട്ട് മക്കക്കാരിലേക്ക് എന്ത് ചെയ്യുക, ചേർത്ത് കൊടുക്കുക. ലാ നക്തുബു നമുക്ക് എഴുതാൻ അറിയുകയില്ല, വലാ നഹസുബു നമുക്ക് കണക്ക് കൂട്ടാൻ എന്തില്ല, നമ്മൾ എഴുത്തും കണക്കൊന്നും അറിയുന്നവരല്ല. അഥവാ നമ്മൾ എഴുത്തും വായനയും നന്നാക്കി ചെയ്യുന്നവർ അല്ല. അങ്ങനെ അറിയുന്ന എത്തും വായനും അറിയാത്ത ആളുകളാണ്. അങ്ങനെ അറിഞ്ഞ് എന്താണ് ചന്ദ്രൻ്റെ നക്ഷത്രങ്ങളെ കുറിച്ചുള്ള അറിവ്, ഗോളശാസ്ത്രത്തെക്കുറിച്ചുള്ളവും ചന്ദ്രൻ്റെ ചലനങ്ങളൊക്കെ അവലംബിക്കാൻ പറ്റി മാസം മനസ്സിലാക്കാൻ അറിയുന്ന ആളുകളല്ല നമ്മൾ എന്ന് നബി തങ്ങൾ പറഞ്ഞു. പിന്നെ നബി തങ്ങൾ എന്താ പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞു അശ്ഹറു ഹാക്കദ വഹാക്കദ വഹാക്കദ, ഇങ്ങനെ പറഞ്ഞു. അശ്ഹറു മാസമാകുന്നത്, ഹാക്കദ ഇപ്രകാരമാകുന്നു, എത്ര 10, വഹാക്കദ ഇപ്രകാരമാകുന്നു 10, വഹാക്കദ ഇപ്രകാരമാകുന്നു, വഅഖദൽ ഇബ്ഹാമ ഫി സാലിസതി മൂന്നാമത്തെ നബി തങ്ങൾ എന്ത് ചെയ്തു, തള്ളവിരലിനെ മടക്കി പിടിച്ചു, മടക്കി. അപ്പം എത്ര 29, മാസമാകുന്നത് 29 ആകുന്നു നബി തങ്ങൾ പറഞ്ഞു. സുമ്മ നബി തങ്ങൾ പിന്നെയും പറഞ്ഞു അശ്ഹറു മാസമാകുന്ന ഹാക്കദ ഇപ്രകാരമാകുന്നു, വഹാക്കദ ഇപ്രകാരമാകുന്നു, വഹാക്കദ ഇപ്രകാരമാകുന്നു, യഅനി തമാമ 30 പൂർത്തിയാകുന്നു, 30 ഫുള്ളുമാകുന്നു, 30 മുഴുവനുമാകുന്നു. അതായത് യഅനി ഒരു വട്ടം നബി തങ്ങൾ മറത്തൻ ഒരു പ്രാവശ്യം 29 മാസം എത്രയാണ് 29 എന്ന് പറഞ്ഞു. മറദൻ 30 മാസം എത്രയാണ് 30 എന്നും പറഞ്ഞു. ആ മാസം അറബി മാസങ്ങൾ 29 ഉണ്ടാകാം 30 ഉണ്ടാകാം എന്ന് നബി തങ്ങൾ എന്ത് ചെയ്തു, കൈ കൊണ്ട് ആംഗ്യം കാണിച്ച്
കൊടുത്തു. മനസ്സിലായോ? അഷ്ഹുർ മാസമാകുന്നത് ഹാക്കഥ. ഇപ്പൊ നമ്മൾ കൈ അങ്ങോട്ടാണ് പറഞ്ഞത്. മാസം എത്രയാണ്? ഹാക്കഥ വഹാക്കഥ വഹാക്കഥ 29 അല്ലേ? ഒരു വട്ടം അങ്ങനെ പറഞ്ഞു. പിന്നെ അടുത്ത വട്ടത്തെ പറഞ്ഞു മടക്കാതെ മുഴുവനാക്കിയിട്ട് 3 വട്ടം കൈയും 10 വെല്ലം എന്ത് ചെയ്തു കാണിച്ചു. അങ്ങനെ 10 വെല്ലം കാണിച്ച് 3 10 30 അല്ലേ? ആ മാസം എത്ര ഉണ്ടാവും? 29 ഉണ്ടാകാം, 30 ഉണ്ടാകാം. ഈ യഅനി തമാമ സലാസീന എന്നുള്ളത് റാബി കൂട്ടിക്കൊടുത്താണ് കേട്ടോ. അപ്പൊ അധികരിച്ച നമ്മളെ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഈ നക്ഷത്രം ഞങ്ങളെ നോക്കി കണക്കാക്കുന്നവരുടെ അവരെ അമല് സ്വീകരിക്കാൻ പറ്റൂല. ലാ യഅമലു ബിഹിസാബിൽ മുൻജിമി. മാസം കാണണം എന്നാണല്ലോ നിബിതങ്ങൾ ഹദീസിലുള്ളത്. അടുത്തത് വൻ അബീ ബക്രത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹ്റാ ഈദിൻ ലാ യൻഖുസാനി റമളാനു വൽ ഹിജ്ജത്തി. അപ്പോൾ ഇപ്പോൾ ഹിലാൽ കമ്മിറ്റി ഹിജ്റ കമ്മിറ്റി നമുക്ക് അവലംബിക്കാൻ പറ്റൂല. അവർ മാസം കാണാതെ കണക്ക് നോക്കിയിട്ടാണ് പറഞ്ഞത്. കണക്ക് നോക്കി നമുക്ക് പറ്റൂല. നമുക്ക് ഒന്നുകിൽ മാസം കാണാം, മാസം കണ്ടില്ലെങ്കിൽ എണ്ണം പൂർത്തിയാക്കി എന്ത് ചെയ്യുക? നോമ്പ് എടുക്കുക. മാസം അടുത്ത മാസം നോക്കുക. ഇനി വൻ അബീ ബക്രത്ത. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ചിലപ്പോൾ അങ്ങനെ നോക്കിയാൽ ചിലപ്പം മാസം കിട്ടിയില്ലെങ്കിലോ 29 കിട്ടുകയുള്ളെങ്കിലോ. അതിൽ പേടിക്കൊന്നും വേണ്ട. നബി തങ്ങൾ 9 കാണുന്ന നബി തങ്ങൾ 9 റമളാനാണ് നബി തങ്ങൾ നോറ്റിട്ടുള്ളത്. ഇതിലാകെ 2 റമളാൻ എത്ര നബി തങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുള്ളൂ? 30 കിട്ടിയിട്ടുള്ളൂ. ബാക്കി 7 എന്താണ്? 29 ആണ്. സ്വഹാബത്തിൻ്റെ ഒരു ഹദീസ് സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സുന്നാമ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 29 അക്സറു മിമ്മ സുന്നാമഹു 30. 30-നേക്കാൾ ഞങ്ങൾ നബിത്തങ്ങളെ കൂടെ നോമ്പ് നോറ്റ് എത്രയാകുന്നു? 29 ആകുന്നു. ഇപ്പം നബിത്തങ്ങളും കൂടുതൽ കിട്ടിയത് തന്നെയാണ് 29 ആണ്. അതിൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. റമളാൻ മാസം ഒന്ന് നഷ്ടപ്പെട്ടോ എന്ന് അതിൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അതൊക്കെ നമുക്ക് മാസം കണ്ടെന്ന് ഉറപ്പ് കിട്ടിയാൽ നമുക്ക് എന്തുള്ളൂ? നിർബന്ധമാവുള്ളൂ. നബിത്തങ്ങൾക്ക് എത്ര കിട്ടിയിട്ടുള്ളൂ? 9 നോമ്പ് 9 റമളാൻ നബിത്തങ്ങൾ നോറ്റിട്ട് ആകെ 2 30 കിട്ടിയിട്ടുള്ളൂ. ആർക്ക്? നബിത്തങ്ങൾക്ക്. വൻ അബീ ബക്രത റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ഖാല അദ്ദേഹം പറഞ്ഞു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഷഹ്റാ ഈദിൻ ലാ യൻഖുസാനി റമളാനു വദുൽ ഹിജ്ജത്തി. ഷഹ്റാ ഈദിൻ ഈദിന്റെ 2 മാസം ലാ യൻഖുസാനി അത് ചുരുങ്ങുകയില്ല. അതേതാ? ഈദിന്റെ 2 മാസം റമളാനു വദുൽ ഹിജ്ജത്തി അത് റമളാനും ദുൽഹിജ്ജയുമാകുന്നു. അപ്പൊ റമളാനും ദുൽഹിജ്ജയുമായ ഈദിന്റെ 2 മാസം അത് ചുരുങ്ങുകയില്ല. ഇവിടെ എന്താ? റമളാന് ഈദിന്റെ മാസമാണോ? ആണോ? ഈദ് ഷവ്വാലിലല്ലേ? ഷവ്വാൽ 1-നല്ലേ ഈ ചെറുപെരുന്നാൾ? ദുൽഹിജ്ജ ഈദിന്റെ മാസമാണ്, പെരുന്നാളിൻ്റെ മാസമാണ്. എന്താ അങ്ങനെ പറഞ്ഞത്? അത് പറഞ്ഞത് അതിനോട് റമളാനോട് ചാരിയാണല്ലോ ഏത് വരുന്നത്? ഈദുൽ ഫിത്തർ വരുന്നത്. ആ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. ബി ത്വരീഖിൽ മുജാബിറത്തി. ആ ഒരു അടിസ്ഥാനത്തിൽ എന്താണ് പറഞ്ഞതാണ്? റമളാൻ ഏത് മാസമാക്കിയതാണ്? ഈദിന്റെ മാസം ആക്കിയതാണ്. മനസ്സിലായോ? അപ്പോൾ ഷഹ്റാ ഈദിൻ ഈദിന്റെ 2 മാസം അഥവാ ഷഹ്റു റമളാൻ മാസവും ദുൽഹിജ്ജ മാസവും അത് ഇപ്പോൾ റമളാനെ നോമ്പിന്റെ മാസമാക്കിയത് അത് അതിനോട് ചാരിയിട്ടാണ് ഈദുൽ ഫിത്തർ വരുന്നത് കൊണ്ടാണ് അത് മനസ്സിലാക്കുക. ലാ യൻഖുസാനി അത് രണ്ടും ചുരുങ്ങുകയില്ല. എന്താ ഈ ചുരുങ്ങുകയില്ല എന്നർത്ഥം? ഇവിടെ പല അർത്ഥങ്ങളും പല വിശദീകരണങ്ങളും മുഫസ്സിരീങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു വിശദീകരണം ഗാലിബൻ അനി സലാസീന അധികരിച്ചും 30 തൊട്ട് ചുരുങ്ങൂല. അധികരിച്ച റമളാൻ 30 ഉണ്ടാകും എന്നാണ് ഒരു വിശദീകരണം, യൻഖുസാന്റെ വിശദീകരണം. മറ്റൊരു വിശദീകരണം എന്താ? ലാ യൻഖുസാന് സവാബൻ വലോ നക്സൻ അദദ എണ്ണം കുറഞ്ഞാലും സവാബ് കുറയൂല. ചില വർഷം നിങ്ങൾക്ക് 29 കിട്ടിയിട്ടുള്ളൂ,
ചിലത് 30 കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എണ്ണം കുറഞ്ഞാലും എന്തു കുറയില്ല, സവാബ് റമളാൻ പൂർണ്ണമായും നോമ്പെടുത്തതിൻ്റെ സവാബ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. മനസ്സിലാണ്ടോ? ഇപ്പം എണ്ണം കുറഞ്ഞാലും 29 ആയാലും എന്ത് കുറയില്ല, സവാബ് കൂലി കുറയുകയില്ല. അതാണ് ലാ യൻഖുസാൻ്റെ അർത്ഥം. ഒരു വിശദീകരണം. അല്ലെങ്കിൽ മറ്റൊരു വിശദീകരണം, ഔ ലാ യൻഖുസാനി മഅൻ ഫീ സനത്തിൻ വാഹിദത്തിൻ ഔ ഫീ സനത്തിൻ മുഅയ്യനത്തിൻ അറാദഹാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ ഒരേ വർഷം തന്നെ രണ്ടിൻ്റെയും എണ്ണം കുറയില്ല, രണ്ടും എത്ര ആകൂല, 29 ആകൂല അങ്ങനെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നബിത്തങ്ങൾ ഉദ്ദേശിച്ച ആ പ്രത്യേക വർഷത്തിൽ, നബിത്തങ്ങൾ ഉദ്ദേശിച്ച പ്രത്യേക വർഷത്തിൽ രണ്ടും എന്ത് കുറയില്ല, 30 തൊട്ട് കുറയില്ല. അങ്ങനെ പല ആശയങ്ങളും ഇതിനെ തൊട്ട് വന്നിട്ടുണ്ട്. ലാ യൻഖുസാനി എന്നതിനെ തൊട്ട് വന്നിട്ടുണ്ട്. ഒന്ന് പറഞ്ഞല്ല, ഒന്ന് അധികരിച്ചു 30 കുറയില്ല, അധികരിച്ചും എന്ത് കിട്ടും, 30 കിട്ടും, രണ്ടും 30 കിട്ടും. മറ്റൊന്ന് അത് എണ്ണം കുറഞ്ഞാലും പ്രതിഫലം എന്ത് ചെയ്യൂല, കുറയൂല. മറ്റേത് മൂന്നാമത്തത് ഒരു വർഷം തന്നെ 30 തൊട്ട് എന്ത് ചെയ്യില്ല, ചുരുങ്ങൂല. നാലാമത്തെ എന്താണ്, നിബിത്തങ്ങൾ ഉദ്ദേശിച്ച പ്രത്യേക വർഷത്തിൽ എന്ത് ചെയ്യൂല, ചുരുങ്ങൂല. അങ്ങനെയൊക്കെയാണ് വരാം. അല്ലാതെ രണ്ടും 30 തൊട്ട് കുറയില്ല എന്നുള്ള ഒരു ആശയം അവിടെ ഇല്ല. വലൈസൽ മുറാദ് ഇന്നഹും ലാ യൻഖുസാനി ഹിസ്സ. രണ്ടും എന്തില്ല, 29 ഒരേ സമയം ആകൂല എന്ന അഭിപ്രായം, ഉദ്ദേശം അതിനില്ല എന്നാണ് ഇവിടെ കാണുന്നത്. അങ്ങനെയാണ് പണ്ഡിതന്മാർ ഇജ്മാഅത്തുള്ളത്. റമളാനും അതേതാണ്, ഇതിന്റെ 2 മാസം റമളാനും ദുൽഹിജ്ജത്തി, അത് ബദലാണ്. റമളാനും ദുൽഹിജ്ജയുമാകുന്നു. ഇതും മുത്തഫഖുൻ അലൈഹി ഹദീസ് ആകുന്നു. അടുത്ത ഹദീസ്, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ലാ യതഖദ്ദമന്ന അഹദുക്കും റമളാന ബിസൗമി യൗമിൻ ഔ യൗമൈനി ഇല്ലാ അൻ യകൂന റജുലുൻ കാന യസൂമു സൗമാ ഫല്യസും ദാലികൽ യൗം. മുത്തഫഖുൻ അലൈഹി. വൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, ഖാല അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ യതഖദ്ദമന്ന നിങ്ങളിൽ നിശ്ചയം ഒരാളും മുന്തണ്ട, അഹദുക്കും നിങ്ങൾ ഒരാളും മുൻകടക്കണ്ട, റമളാൻ നിങ്ങൾ മുൻകടക്കണ്ട, ബിസൗമി യൗമിൻ ഒരു ദിവസം നോമ്പെടുത്തുകൊണ്ടും, ഔ യൗമൈനി 2 ദിവസം 1 2 നോമ്പ് എടുത്തുകൊണ്ട് നിങ്ങളാരും റമളാനിനെ മുന്തിക്കണ്ട, അതിനെ മുൻകടക്കണ്ട. എന്താ മനസ്സിലായോ? അഥവാ റമളാൻ ആയി എന്ന് ഉറപ്പില്ലാതെ ശഅബാൻ 29ഉം 30ഉം എന്ത് ചെയ്യണ്ട, നോമ്പ് നോൽക്കണ്ട. അങ്ങനെ എന്ത് ചെയ്യുക, റമളാൻ ആവാൻ സാധ്യത ഉണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്യണ്ട, ആ ദിവസം നിങ്ങൾ വെറുതെ നോമ്പെടുക്കണ്ട. ലാ തഖദ്ദമന്ന നിശ്ചയം നിങ്ങൾ എന്ത് ചെയ്യണ്ട, മുന്തണ്ട, അഹദുക്കും നിങ്ങൾ ഒരാളും മുന്തണ്ട, മുൻകടക്കണ്ട, റമളാനെ മുൻകടക്കണ്ട, ബിസൗമി യൗമിൻ ഔ യൗമൈനി 1 2 ദിവസം നോമ്പെടുത്തുകൊണ്ട് റമളാൻ നോമ്പ് എന്ന് വിചാരിച്ചു എന്താ നോമ്പ് എടുക്കണ്ട. അഥവാ എന്താണ് അള്ളാഹു റസൂലും പറഞ്ഞിട്ടുള്ളത്, മാസം കണ്ടിട്ട് നോമ്പ് നോറ്റാ മതി. അങ്ങനെയാണ് പടച്ചോൻ്റെ അള്ളാഹു റസൂലിൻ്റെ ഓർഡർ ഉള്ളത്. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, നോമ്പ് നോൽക്കണ്ട, നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ട് നോമ്പ് നോൽക്കണ്ട. പറയില്ല രാജാവിനേക്കാൾ കൂടുതൽ രാജഭക്തി എന്ന്. നോമ്പിൻ്റെ വിഷയത്തിൽ മാസം കാണാൻ വേണ്ടത്, മാസം കണ്ടിട്ട് നോമ്പ് നോറ്റാൽ മതി. ഇവിടെ നഹി വരാനുള്ള കാരണം, ഇത് അഹ്ലു കിതാബിനോട് എന്തുണ്ട്, സാദൃശ്യമാവല് സൂക്ഷിച്ചിട്ടാണ് ഈ നഹി വരാനുള്ള കാരണം. മറ്റൊരു ഹദീസിൽ ശേഷം വരുന്നുണ്ട്, നമ്മളെ മദ്ഹബില് പ്രബലമായ അഭിപ്രായപ്രകാരം ഷെക്കിന്റെ ദിവസം നോമ്പ് നോൽക്കൽ എന്താണ്, ഹറാമാണ്. ഷെക്കിന്റെ ദിവസം, ഏതാ ഷെക്കിന്റെ ദിവസം വരുന്നുണ്ട്, ഷാബാൻ 30 അല്ലേ, റമളാൻ 1 ആവാനും ഷാബാൻ 30 ആവാൻ സാധ്യതയുള്ള ആ ദിവസം നോമ്പ് നോൽക്കൽ എന്താണ്, നമ്മളെ മദ്ഹബിൽ ഹറാമാണ്. അതൊക്കെ ഈ ഹദീസൊക്കെയാണ് അതിനെന്ത് കാരണം. മുളഹീർ എന്നവർ പറഞ്ഞു,
ഷാബാന്റെ അവസാനത്തെ 2 ദിവസങ്ങൾ നോമ്പ് നോൽക്കൽ എന്താണ്? കറഹത്താണ്. എന്നാൽ ഒരാളൊഴികെ ഇല്ലാ യകൂന റജുലുൻ, ഒരു പുരുഷൻ ആയാലൊഴികെ, ഇല്ലാ യകൂന റജുലുൻ പുരുഷൻ ആയാലൊഴികെ കാന അവനായിരുന്നു യസൂമു നോമ്പ് നോൽക്കുന്നവനായ സൗമൻ, ഒരു നോമ്പ് നോൽക്കുന്നവനാണ്. ഒരു നോമ്പ് സൗമൻ എന്ന് പറഞ്ഞാൽ നോമ്പ് നോൽക്കുന്ന ആളാണ്. ഏത്? ഇപ്പം റമദാൻ ഷാബാൻ മൊത്തം നോമ്പ് നോക്കുന്ന ആളാണ്, അല്ലെങ്കിൽ വർഷം മൊത്തം നോമ്പ് നോക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നമുക്ക് നേർച്ചയാക്കപ്പെട്ട നോമ്പുണ്ട്, അങ്ങനത്തെ ആളാണ്. അയാളൊഴികെ ഫല്ലസും അവൻ നോമ്പ് നോറ്റുകൊള്ളട്ടെ ദാലിക്കല്യൗമ, ആ ദിവസം നോമ്പ് നോറ്റുകൊള്ളട്ടെ. ഇല്ലായിരിക്കും റജുലൻ കാനെ സൗമൻ, ഒരു നോമ്പ് നോൽക്കുന്നവൻ ആയാൽ ഒഴികെ ഫല്ലസും അവൻ നോമ്പ് ദാലിക്കല്യൗമ, ആ ദിവസം. അഥവാ നേർച്ചയാക്കപ്പെട്ടതോ അല്ലെങ്കിൽ പതിവായി ചെയ്യുന്ന സുന്നത്തോ അല്ലെങ്കിൽ റമദാനോട് ചേർക്കപ്പെടാത്ത മുത്തലക്കായ സുന്നത്തോ അങ്ങനെ എന്ത് നോൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഫല്യസും അവൻ നോമ്പ് നോറ്റുകൊള്ളട്ടെ ദാലിക്കൽ യൗമ, ആ സമയത്ത് അവൻക്ക് എന്ത് ചെയ്യണം? അത് അനുവദനീയമാണ്. അല്ലാതെ റമദാൻ നഷ്ടപ്പെടുവോ, ഇന്ന് റമദാൻ സാധ്യത ഉണ്ടോ എന്ന് ആലോചിച്ച് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നോമ്പ് നോൽക്കേണ്ട ആവശ്യം ഇല്ല. മുത്തഫഖുൻ അലൈഹി. അപ്പോൾ 1-ാമത്തെ ഫസ്ല് കഴിഞ്ഞു. ഇനി 2-ാമത്തെ ഫസ്ല് അൽ ഫസ്ലു സാനി, 2-ാമത്തെ ഫസ്ലാകുന്നത് 2-ാമത്തെ ഫസ്ൽ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇദൻ തസഫ ശഅബാനു ഫലാ തസൂമു. റവാഹു അബൂ ദാവൂദ് വത്തുർമുദി വ ഇബ്നു മാജ വദ്ദാരിമി. 4 പേര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഹദീസ്. അൻ അബീ ഹുറൈറ ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇദാ ഇൻതസഫ ശഅബാനു, ശഅബാനിലെ ആദ്യ പകുതി കഴിഞ്ഞാൽ, ശഅബാൻ പകുതിയായാൽ, ഇദാ ഇൻതസഫ ശഅബാനു, ശഅബാൻ പകുതിയായാൽ, ശഅബാൻ മാസം പകുതി കഴിഞ്ഞു 15 പൂർത്തിയായി, അങ്ങനെ നിങ്ങൾ ഫലാ തസൂമു, പിന്നെ നിങ്ങൾ നോമ്പ് നോൽക്കരുത്. അതായത് റമദാൻ ഷഅബാനിലെ 15 നോമ്പ് നോൽക്കാതെ കഴിച്ചു കൂട്ടിയ ആള് പിന്നത്തെ അവസാനത്തെ 15 പകുതി എന്ത് ചെയ്യരുത്? നോമ്പ് നോൽക്കരുത്. അത് സുന്നത്തില്ല. ഇനി ഇങ്ങനെ പറ്റും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഷഅബാൻ അടക്കം, ഷഅബാൻ മൊത്തം എന്ത് ചെയ്യേണ്ട നോമ്പ് നോക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവസാനത്തെ 15 നോമ്പ് നോൽക്കാൻ പറ്റും. ആദ്യത്തെ പകുതിയിൽ നിന്ന് ഒന്നിനോടും ചേർക്കാതെ, ഷഅബാനിലെ ആദ്യത്തെ പകുതിയോട് ഒന്നും ചേർക്കാതെ ഷഅബാനിന്റെ അവസാനത്തെ പകുതി എന്ത് ചെയ്യാൻ പാടില്ല? നോമ്പ് നോൽക്കാൻ പാടില്ല. അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു കാരണം ഇല്ലാതെ, ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്ത് കാരണമുണ്ട്? നമുക്ക് ഖളാ വീട്ടാണ്ട് അത് പറ്റും. അല്ലെങ്കിൽ പ്രത്യേക എന്തെങ്കിലും സുന്നത്തുകളുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? പറ്റും. അല്ലാതെ ഷഅബാൻ 15 പൂർത്തിയായി, ആദ്യത്തെ 15 ഒരു നോമ്പ് നോൽക്കാതെ പൂർത്തിയായി, പിന്നത്തെ 15 നോമ്പ് നോക്കൽ പ്രത്യേകം എന്തില്ല? സുന്നത്തില്ല. അതെന്ത് വെച്ചാൽ ഇവിടെ ഈ നെഹി വരാനുള്ള കാരണം, തുസൂം നോമ്പ് നോൽക്കരുത് പറഞ്ഞില്ലേ, അത് ഉമ്മത്തിന് എന്താണ്, റമദാൻ മാസം അതിൻ്റെതായ രീതിയിൽ നോമ്പ് വീട്ടാൻ അവൻ ബലഹീനാവോ എന്ന ഒരു ബലഹീനാവാൻ സാധ്യതയുണ്ട് എന്നതിനാൽ ഉമ്മത്തിനൊരു കാരുണ്യമായിട്ടാണ് എന്ത് പറഞ്ഞത്? ഈ അവസാനത്തെ 15 നോമ്പ് നോൽക്കരുത് പറഞ്ഞു അല്ലേ? ആ 15 നോമ്പ് ഒറ്റ പിന്നെ നോമ്പൊക്കെ എന്ത് ചെയ്യും? ആകെ ക്ഷീണിക്കും, കുഴങ്ങും, അവനക്ക് എന്ത് പറ്റൂല, റമദാൻ മാസം അങ്ങനെ നോമ്പ് നോക്കാൻ കഴിയൂല. അതുകൊണ്ടാണെന്ന് എന്ത് ചെയ്തു? അതുകൊണ്ടാണ്. എന്നാൽ ഷഅബാൻ മൊത്തം നോമ്പ് നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിലോ, ഷഅബാൻ മൊത്തം നോമ്പ് അവനക്ക് എന്ത് ചെയ്യണം? അതൊരു പതിവായിട്ട് അവനക്ക് ക്ഷീണം സംഭവിക്കൂല. അപ്പോൾ ഷഅബാനിലെ അവസാനത്തെ പകുതിയിൽ നിന്നുള്ള കുറച്ച് മാത്രമല്ലാതെ ഷഅബാൻ മൊത്തം നോമ്പ് വെക്കുന്നുണ്ടെങ്കിൽ അവനക്ക് എന്താവും? അവനക്ക് പിന്നെ റമദാനും കൂട്ടിയെടുക്കുമ്പോൾ അവനക്ക് എന്താ പതിവ്, ഒരു ആദത്തായി സാധാരണ അവനക്കത് എന്താകൂല, ക്ഷീണം സംഭവിക്കൂല. അല്ലാത്തവരൊന്നും എന്ത് ചെയ്യരുത്? നോമ്പ് അവസാനത്തെ പകുതി മാത്രമായിട്ട് നോമ്പ് നോൽക്കരുത്. അത് റമദാനിന് ക്ഷീണം സംഭവിക്കും. അത് കാരണമാണ്. അദ്ദേഹത്തോട് അബൂ ഹുറൈറ തൊട്ട് തന്നെ ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അഹിസ്സു ഹിലാല ശഅബാൻ റമളാന, റവാഹു തുർമുദി. അഹിസ്സു, നിങ്ങൾ എണ്ണം പിടിക്കണേ, ഹിലാല ശഅബാന, ശഅബാന്റെ ദിവസങ്ങളുടെ എണ്ണം നിങ്ങൾ പിടിക്കണേ, റമളാന, റമളാന് വേണ്ടിയിട്ട് ശഅബാന്റെ ദിവസങ്ങളുടെ എണ്ണം പിടിക്കണേ. അഹിസ്സു എന്ന് പറഞ്ഞ യഹ്സ എന്ന് വന്നതാണ് അഹിസ്സു.
അതിനർത്ഥം അദ്ധൂ, നിങ്ങൾ എണ്ണം പിടിക്കണേ. ഹിലാല ഷാബാന, ഷാബാന്റെ ചന്ദ്രന്റെ എണ്ണം പിടിക്കണം എന്ന് പറഞ്ഞാൽ ഷാബാന്റെ ദിവസങ്ങളുടെ, ഹിലാലിന്റെ ഉദ്ദേശം അയ്യാമാണ്, ഷാബാന്റെ ദിവസങ്ങളുടെ എണ്ണം നിങ്ങൾ പിടിക്കണം. അത് എത്ര കൃത്യമായിട്ട് ഷാബാൻ എത്ര ഉണ്ട് എന്നുള്ളത് എണ്ണം പിടിക്കണം. എന്തിനു വേണ്ടി? റമളാന, റമളാന്റെ നോമ്പിനെ സൂക്ഷിക്കാൻ വേണ്ടി. റമളാൻ കാരണം, അപ്പോൾ റമളാൻ പൂർണ്ണമായി കിട്ടാൻ വേണ്ടിയിട്ട് ഷാബാന്റെ എണ്ണം പിടിക്കാൻ പറഞ്ഞു നബി തങ്ങൾ. അപ്പം ഷാബാൻ എന്ത് ചെയ്യണം? അതിൻ്റെ എണ്ണം പിടിക്കണം. ദിവസങ്ങൾ ഓരോന്ന് എന്ത് ചെയ്യണം? എണ്ണം പിടിക്കാൻ നബി തങ്ങൾ ഓർഡർ ഉണ്ട്. അല്ല, എന്നാലേ റമളാൻ കിട്ടുള്ളൂ. ഷാബാൻ എന്താണ് എണ്ണം പിടിച്ചില്ലെങ്കിൽ ഇപ്പോൾ റമളാൻ മിസ്സാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് ഷാബാന്റെ എണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം? പിടിക്കണം. എന്തിനു വേണ്ടി? റമളാനിലെ നോമ്പ് കിട്ടാൻ വേണ്ടി, സൂക്ഷിക്കാൻ വേണ്ടി. റമളാൻ മാസം പ്രവേശിച്ചോ എന്ന് അറിയാൻ വേണ്ടിയാണ് അങ്ങനെ എന്ത് പറഞ്ഞത്? എണ്ണം പിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ അതിനെ ഷബാൻ മാസം എന്താണ് എണ്ണം പിടിക്കുന്നതിലും അത് ക്ലിയർ ആക്കുന്നതിലും എന്ത് ചെയ്യാൻ പരിശ്രമിക്കണം. റമളാൻ നോമ്പ് മിസ്സാകാതിരിക്കുള്ളൂ. അടുത്ത ഹദീസ് വൻ ഉമ്മി സലമത്ത റളിയല്ലാഹു അൻഹാ ഖാലത്ത് മാ റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹറൈനി മുതതാബിയൈനി ഇല്ലാ ശഅബാന വ റമളാന. നബി തങ്ങളുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അല്ലേ, നബി തങ്ങളുടെ ഭാര്യയായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയ ഉമ്മു സലമ റളിയല്ലാഹു തൊട്ടാണ് നിവേദനം, റളിയല്ലാഹു അൻഹ അവരെ തൊട്ട് നിവേദനം. ഖാലത്ത് മഹദി അവകൾ പറഞ്ഞു, മാ റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ ഞാൻ കണ്ടിട്ടില്ല, യസൂമു നോമ്പ് നോൽക്കുന്നവനായ നബി തങ്ങളെ ഞാൻ കണ്ടിട്ടില്ല, ഷഹറേ മുതതാബിയൈനി 2 മാസം തുടർച്ചയായിട്ട് നബി തങ്ങൾ നോമ്പ് നോൽക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല, ഇല്ലാ ഷഅബാന വ റമളാന, ഷഅബാനും റമളാനുമല്ലാതെ, ഷഅബാനും റമളാനുമല്ലാതെ 2 മാസം തുടർച്ചയായി നോമ്പെടുക്കുന്നത് നബി തങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം നബി തങ്ങളെ 2 മാസം തുടർച്ചയായി നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ അത് ഏതാ മാസം? ഷഅബാനും റമളാനുമാകുന്നു. അങ്ങനെ നോമ്പ് നോൽക്കാം. ഷഅബാനും റമളാനും 2 മാസം രണ്ടും തുടർച്ചയായിട്ട് എന്ത് ചെയ്യാം? നോമ്പ് നോൽക്കാം. അല്ല, ആദ്യത്തെ പകുതി ഒഴിവാക്കിയിട്ട് അവസാനത്തെ പകുതി മാത്രം ഒഴിവാക്കാൻ നോമ്പ് നോമ്പ് നോൽക്കരുത് എന്നാണ് കഴിഞ്ഞ ഹദീസിൽ പറഞ്ഞത്. മനസ്സിലായോ? ഷഅബാൻ മൊത്തം നോൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തില്ല, അനഹി വരുന്നില്ല. കാരണം അവനക്ക് എന്താകുന്നു? നോമ്പ് പതിവായി മാറണ്ടല്ലോ. അപ്പോൾ അതതിൻ്റെ അർത്ഥം നബി തങ്ങൾ ഷഅബാൻ ഫുൾ എന്ത് ചെയ്യുന്ന ആളായിരുന്നു? നോമ്പ് നോൽക്കുന്ന സൂമു ഷഅബാന കുല്ലഹു ഔ മുഅ്ളമുഹു ഫി അക്സരി സമാൻ, അധികച്ച കാലത്ത് നബി തങ്ങൾ ഷഅബാൻ ഫുള്ള് നോമ്പ് നോൽക്കുന്ന ആളായിരുന്നു. ഈ ഹദീസിന്റെ വിശദീകരണം സുന്നത്ത് നോമ്പിന്റെ അവിടെ വിശദമായിട്ട് എന്തുണ്ട് പറയുന്നുണ്ട്. റവാഹു അബൂ ദാവൂദ് വത്തുർമുദി വന്നസായി വഇബ്നു മാജ, ഇവർ 4 പേര് റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഇനി അടുത്ത ഹദീസ് വൻ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഖാൽ മൻ സ്വമൽ യൗമല്ലദീ യശുക്കു ഫീഹി ഫഖദ് അസാ അബൽ ഖാസിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റവാഹു അബൂ ദാവൂദ് വത്തുർമുദി വന്നസായി വഇബ്നു മാജ വദ്ദാരിമി, 5 പേർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വൻ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുമാ 2 പേരും സ്വഹാബികളാണ്. അമ്മാർ റളിയല്ലാഹു യാസിർ റളിയല്ലാഹു. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അവരെ തൊട്ട് നിവേദനം അവർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഖാൽ, അദ്ദേഹം പറഞ്ഞു, ഖാൽ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ സ്വമ, മൗഖൂഫായ ഹദീസാണ്. മൻ സ്വമ, ആരെങ്കിലും നോമ്പ് നോറ്റാൽ, അൽ യൗമ ഒരു ദിവസം, അല്ലദീ യശുക്കു ഫീഹി അല്ലദീ എങ്ങനത്തെ ദിവസം, യശുക്കു സംശയിക്കുന്നു, ഫീഹി ആ ദിവസത്തിൽ സംശയിക്കുന്നു, അഥവാ ഷെക്കിന്റെ ദിവസം. റമളാൻ 1 ആവാനും ഷഅബാൻ 30 ആവാനും സാധ്യതയുള്ള ദിവസം ഉണ്ടല്ലോ. ആ ദിവസം ആരെങ്കിലും നോമ്പ് നോറ്റാൽ ഫഖദ് അസാ, അവൻ ധിക്കരിച്ചിരിക്കുന്നു, അബൽ ഖാസിമി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോട് ധിക്കാരം പ്രവർത്തിച്ചിരിക്കുന്നു, നബി തങ്ങളോട് തെറ്റിയിരിക്കുന്നു. അബുൽ ഖാസിം എന്നാൽ നബി തങ്ങളുടെ കുഞ്ഞത്തലമാണ്. നബി ഖാസിം എന്ന മകനില്ലേന, അതിലേക്ക് ചേർത്തിട്ട് അബുൽ ഖാസിം എന്ന് നബി തങ്ങളെ പറ്റി പറയും. അപ്പോൾ അബുൽ ഖാസിം നബി തങ്ങളോട് അവൻ എന്തിരിക്കുന്നു? ധിക്കാരം പ്രവർത്തിച്ചിരിക്കുന്നു. ഷെക്കിന്റെ ദിവസം എന്ത് ചെയ്താൽ നോമ്പെടുത്താണ്ട്. നബി തങ്ങളെ ഓർഡർ ഉണ്ട്, എന്ത് പാടില്ല? ഷെക്കിന്റെ ദിവസം നോമ്പ് നോൽക്കാൻ പാടില്ല. നമ്മൾ പറഞ്ഞില്ലേ, നമ്മളെ മദ്ഹബിൽ ഷെക്കിന്റെ ദിവസം നോമ്പ് നോൽക്കാൻ എന്താണ്? ഹറാം.
അതെ, ശരിക്കും ദിവസം എങ്ങനെ പറഞ്ഞാൽ ഷാബാൻ 30 രാത്രി മാസം എന്ത് ചെയ്തു, മേഘം മറയിട്ടു. അപ്പോൾ ആ പകല് 30 ഷാബാൻ 30 അല്ലെങ്കിൽ റമളാൻ പെട്ടതാണോ, റമളാൻ 1 ആളുകൾ സംശയിക്കും. അതാണിത്. അല്ലെങ്കിൽ ഷാബാൻ യൗമിൻ ഷാബാന ഓ യൗമ ഷാബാനിലെന്ത് റജബിലെ 30. അപ്പോൾ റജബിലെ 30 അന്ന് ഷാബാൻ 1 റജബ് 1 എന്ത് ചെയ്തു, മേഘം മറയിട്ടാൽ. അപ്പോൾ എണ്ണം പൂർത്തിയാക്കാണ് എന്ത് വേണ്ടത്. റമളാന്റെ മാസം കണ്ടിട്ടില്ലെങ്കിൽ മിൻ ഷഅബാന, ഷഅബാനിലെ 30 എന്ത് ചെയ്യും, സംശയം ഉണ്ടാകും. അഹുവ 30, അത് 30 അവൽ ഹാജി 31 റമളാൻ 1 എന്നുണ്ടാവും, സംശയം ഉണ്ടാകും. ുണ്ട് വസ്സൗമു ഖബ്ല റമളാന ബിയൗമിൻ ഔ യൗമൈനി മക്റൂഹുൻ, 1-2 ദിവസം റമളാന് മുമ്പ് നോമ്പ് എന്താണ്, കറാഹത്താണ്. അത് കഴിഞ്ഞ ഹദീസ് പറഞ്ഞില്ലേ, ഏതില തഖദ്ദമു റമളാന അൽ ഹദീസ്. അപ്പോൾ ഷെക്കിന്റെ ദിവസം നോമ്പ് നോൽക്കാൽ അവരെന്ത് ചെയ്യുന്നു, അബ്ദുൽ നബി തങ്ങളോട് എന്ത് ചെയ്യുന്നു, തെറ്റിയിരിക്കുന്നു. ഫഖദ് അസ, തെറ്റ് പ്രവർത്തിച്ചിരിക്കുന്നു. അപ്പം നബി നോക്കണ്ട എന്നാണ് നബി തങ്ങളുടെ എന്ത് കഴിച്ചപ്പാട്. ശാരി അങ്ങനെ പറഞ്ഞു, നമ്മൾ പിന്നെ എന്താണ് ബേജാറാവുക. وعن ابن عباس رضي الله عنه قال قال ابن عباس رضي الله عنه പറയാണ്, جاء أعرابي إلى النبي صلى الله عليه وسلم فقال إني رأيت الهلال يعني هلال رمضان فقال أتشهد أن لا إله إلا الله قال نعم قال أتشهد أن محمدا رسول الله قال نعم قال يا بلال أذن في الناس يصوم غدا رواه أبو داود والترمذي والنسائي وابن ماجه والدارمي لا റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് ഖാല ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജാഅ വന്നു അഅറാബിയുൻ, ഒരു അഅറാബി വന്നു, ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അടുത്തേക്ക് ഒരു അഅറാബികൾപ്പെട്ട ഒരു അഅറാബി വന്നു. എന്നിട്ട് ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നി ഷമാ, ഞാൻ റഅയ്തു കണ്ടിട്ടുണ്ട്, അൽ ഹിലാല, ചന്ദ്രനെ കണ്ടിട്ടുണ്ട്. അഥവാ അന്ന് മേഘം മൂടിയ ദിവസമായിരുന്നു. അന്ന് ഞാൻ ചന്ദ്രനെ കണ്ടിട്ട്, ഞാൻ മാസം കണ്ടിട്ടുണ്ട് എന്നൊരു അഅറാബി വന്ന് നബി തങ്ങളോട് പറഞ്ഞു. യാനി, അതായത് ഹിലാല റമളാന, റമളാനിലെ ഹിലാല്, റമളാനിലെ ചന്ദ്രനെ കണ്ടിട്ടുണ്ട് എന്ന് എന്ത് ചെയ്തു, ഉദ്ദേശം അതാണ്. അയാള് ഹിലാലിനെ കണ്ട് എന്ന് പറഞ്ഞ ഉദ്ദേശം അതാണ്, റമളാനിലെ ഹിലാലാണ്. ഫഖാല, അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, അത്ഷഹദു, നീ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ലെന്ന് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? ഖാല, അദ്ദേഹം പറഞ്ഞു, അതെ. ഖാല, നബി തങ്ങൾ വീണ്ടും ചോദിച്ചു, അത്ഷഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണെന്നും നീ വിശ്വസിക്കുന്നു, നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? ഖാല, റാവി പറഞ്ഞു, നഅം, അതെ. അപ്പൊ ഖാല, നബി തങ്ങൾ പറഞ്ഞു, യാ ബിലാലു, ബിലാലേ, അദ്ദിൻ ഫിന്നാസി, നീ ജനങ്ങളോട് അറിയിച്ചു കൊടുക്കുക, വിളിച്ചു പറ, അയ്യസൂമോഗദ, നാളെ നോമ്പ് നോൽക്കാ, നബി തങ്ങൾ ജനങ്ങളോട് എന്ത് വിളിച്ചു പറ എന്നാരോട് പറഞ്ഞു നബി തങ്ങൾ. ബിലാലു, യാ ബിലാലു, ഓ ബിലാലേ, അത് നീ വിളിച്ചു പറ, ഫിന്നാസി, ജനങ്ങൾ നീ വിളിച്ചു പറ, അയ്യസൂമോഗദ, നാളെ നോമ്പ് വെക്കാൻ. ആര് പറഞ്ഞു? ഒരു അറാബി എന്ന് പറഞ്ഞു. ഇവിടെ അറാബി നബി തങ്ങൾ 2 കാര്യം ചോദിച്ചത് അല്ലേ? എന്താ? അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ, നബി തങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, സാക്ഷ്യം വഹിക്കുന്നു. ഇതിന്റെ അർത്ഥം മാസം കാണുന്നുണ്ടെങ്കിൽ അവരെന്താവണം? മുസ്ലിം ആവണം. മനസ്സിലായോ? ഇസ്ലാം ഷഹാദത്തിൽ എന്ത് ഷർത്താണ്? ഇസ്ലാം ഷർത്താണ് എന്ന് മനസ്സിലായോ? ഇതിന് മനസ്സിലാക്കാം. عن ابن عمر رضي الله عنه قال ابن عمر ترى الناس الهلال فأخبرت رسول الله صلى الله عليه وسلم أني رأيته
ഫസ്വാമ വഅമറ الناس بصيامه റവാഹു അബൂ ദാവൂദ് വദ്ദാരിമി. വൻ ഇബ്നു മർളാൻ തൊട്ട നിവേദനം ഖാല ഇബ്നു മർളാൻ പറഞ്ഞു തറാ അന്നാസു അൽ ഹിലാല. തറാ അന്നാസു പറഞ്ഞാൽ റഅന്റെ തഫാല വസനാണ് തറാ. മനസ്സിലായോ? തറാ അന്നാസു അൽ ഹിലാല, ജനങ്ങൾ പരസ്പരം എന്ത് ചെയ്തു? ഒരു പരസ്പരം അങ്ങനെ ചന്ദ്രനെ കാണിച്ചു കൊടുത്തു. തറാ അന്നാസു, ജനങ്ങൾ കാണിച്ചു കൊടുത്തു അൽ ഹിലാല, ചന്ദ്രനെ. ഐ യറ ബാദുൽ ഖൗമി ബാള, ബാദിനെ എന്ത് ചെയ്തു? കാണിച്ചു കൊടുത്തു. അത്യാവശ്യം ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു? കണ്ടു. തറാ അന്നാസു അൽ ഹിലാല, ജനങ്ങൾ എന്ത് ചെയ്തു? ചന്ദ്രനെ കാണിച്ചു കൊടുത്തു. ആ പരസ്പരം എന്ത് ചെയ്തു? ആണെങ്കിൽ മാസം കണ്ട അറിയില്ലേ, അങ്ങനെ. ഫഅഖ്ബർതു, ഞാൻ അറിയിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു അന്നീ റഅയ്തുഹു, ഞാൻ കണ്ടിട്ടുണ്ട്. ആരും കണ്ടു? ഇബ്നു മർളാൻ കണ്ടു. അപ്പം ഞാൻ നബിൻ്റെ അടുത്ത് പോയിട്ട് നബിയോട് പറഞ്ഞു, ഞാൻ ഒറ്റക്ക്. ഫഅഖ്ബർതു, ഞാൻ ഒറ്റക്ക് നബി തങ്ങളോട് എന്ത് ചെയ്തു? അറിയിച്ചു. ഇന്നി റഅയ്തുഹു, ഞാൻ എന്ത് കണ്ടിട്ട്? മാസം കണ്ടിട്ടുണ്ടെന്ന് ഞാൻ നബി തങ്ങളോട് അറിയിച്ചു. ഫസ്വാമ, അപ്പം നബി തങ്ങൾ എന്ത് ചെയ്തു? നോമ്പ് നോറ്റു. വഅമറ അന്നാസ, ജനങ്ങളോട് കൽപ്പിച്ചു. ബിസ്വയാമിഹി, റമളാൻ മാസം നോമ്പ് നോൽക്കാൻ നബി തങ്ങളോട് കൽപ്പിച്ചു. റവാഹു അബൂ ദാവൂദ് വദ്ദാരിമി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അൽ ഫസ്ലു സാലിസു, മൂന്നാമത്തെ ഫസ്ല്. അൻ ആയിഷത, മൂന്നാമത്തെ ഫസ്ല്. അപ്പോൾ 2 ഫസ്ലും കഴിഞ്ഞു. മൂന്നാമത്തെ ഫസ്ല്. അൻ ആയിഷത റളിയല്ലാഹു അൻഹ ഖാലത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഹഫളു മിൻ ശഅബാന മാ ലാ യതഹഫളു മിൻ ഗൈരിഹി ثم يصوم لرؤية رمضان فإن غم عليه عد 30 يوما ثم صام. റവാഹു അബൂ ദാവൂദ്. ആയിഷ റളിയല്ലാഹു അൻഹ തൊട്ട് എന്ത് ചെയ്യാണ്? നിവേദനം ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ആയിരുന്നു, യതഹഫളു, സൂക്ഷിക്കുന്നവനായിരുന്നു, മിൻ ശഅബാന, ശഅബാൻ മാസം നബി തങ്ങൾ സൂക്ഷിക്കുന്നവനായിരുന്നു, മാല യതഹഫളു മിൻ ഗൈരിഹി, ശഅബാൻ അല്ലാത്ത മാസങ്ങളെ സൂക്ഷിക്കുന്ന ഒന്നിനേക്കാൾ ശഅബാൻ മാസം നബി എന്ത് ചെയ്യും? സൂക്ഷിക്കും. അഥവാ അതിനെ നന്നായി പരിഗണിക്കും. എന്തിനെ? ശഅബാൻ മാസത്തിൻ്റെ ദിവസങ്ങളെ അതിനെ നന്നായിട്ട് നബി തങ്ങൾ എന്ത് ചെയ്യും? സൂക്ഷിക്കുന്നു. പറഞ്ഞാൽ റമളാൻ മാസം കിട്ടാൻ വേണ്ടിയിട്ട്, റമളാനിലെ നോമ്പ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശഅബാൻ മാസത്തെ ദിവസങ്ങളെ എണ്ണുന്നതിൽ നബി തങ്ങൾ എന്ത് ചെയ്യും? സൂക്ഷിക്കുമായിരുന്നു എന്നർത്ഥം. യതകല്ലഫു ഫി അദ്ദി അയ്യാമി ശഅബാന ലിമുഹാഫളത്തി സൗമി റമളാന, റമളാൻ മാസ നോമ്പ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ദിവസങ്ങളെ എണ്ണുന്നതിൽ നബി തങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നർത്ഥം. എന്നിട്ടോ സുമ്മ യസൂമു, പിന്നെ നബി തങ്ങൾ എന്ത് ചെയ്യും? നോമ്പ് നോൽക്കും. ലിറുയത്തി റമളാന, റമളാനിലെ നോമ്പ് മാസം കണ്ട നബി തങ്ങൾ ചെയ്യും? നോമ്പ് നോൽക്കും. ഫൈൻ ഗുമ്മ അലൈഹി, അവരുടെ മേൽ മേഘം നബി തങ്ങളുടെ മേൽ മേഘം മൂടിയാൽ നബി തങ്ങൾ എന്ത് ചെയ്യും? ശഅബാനിലെ മേഘം മൂടിയാൽ നബി തങ്ങൾ അദ്ദ എണ്ണും, 30 യോമൻ 30 ദിവസമാക്കിയിട്ട് നബി തങ്ങൾ എന്ത് ചെയ്യും? എണ്ണും. സുമ്മ സ്വാമ, പിന്നെ നബി തങ്ങൾ എന്ത് ചെയ്യും? നോമ്പ് നോൽക്കും. അപ്പോൾ നബി തങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ശഅബാൻ മാസത്തെ സൂക്ഷിക്കാറുണ്ട്, അതിൻ്റെ എണ്ണം കൃത്യമായിട്ട് പിടിക്കാറുണ്ട്, റമളാൻ നോമ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാസം കണ്ടാൽ നബി തങ്ങൾ എന്ത് ചെയ്യും? നോമ്പ്, റമളാൻ വേണ്ടി നോമ്പ് നോൽക്കും. ഇനി മാസം കണ്ടിട്ട് മേഘം മൂടിയാൽ നബി തങ്ങൾ എന്ത് ചെയ്യും? എണ്ണം എന്ത് ചെയ്യും? പൂർത്തിയാക്കും. അങ്ങനെയാണ് നബി തങ്ങൾ ചെയ്തിട്ടുള്ളത്. നമുക്കും അങ്ങനെ ചെയ്താൽ പോരെ? റവാഹു അബൂ ദാവൂദ്. وعن أبي البختري رضي الله عنه قال خرجنا للعمرة فلما نزلنا ببطن نخلة تراءينا الهلال فقال بعض القوم هو ابن 3 وقال بعض القوم هو ابن ليلتين فلقينا ابن عباس فقلنا إنا رأينا الهلال فقال بعض القوم هو ابن 3 وقال بعض القوم هو ابن ليلتين فقال أي ليلة رأيتموه قلنا ليلة كذا وكذا فقال إن رسول الله صلى الله عليه وسلم مده للرؤيا فهو لليلة رأيتموه. അബിയുൽ ബഖ്തരി എന്നവരെ തൊട്ട് നിവേദനം. കാല, അദ്ദേഹം എന്ത് ചെയ്തു? പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര്, അബിയുൽ ബഖ്തരിന്റെ പേര് അസ്അദ് ഇബ്നു ഫൈറൂസുൽ കൂഫി എന്നവരാണ്.
അസ്അദ് ബിനു ഫൈറൂസുൽ കൂഫി. അബീൽ വഖ്തദിന്റെ കുഞ്ഞത്തലമാണ്. അപ്പോൾ ഖറജ്ന ഞങ്ങൾ പുറപ്പെട്ടു, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടു. ലിൽ ഉംറത്തി ഉംറ ഉദ്ദേശിച്ച് ഞങ്ങൾ പുറപ്പെട്ടു. ഫലമ്മ നസൽന അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ബി ബത്നി നഖല ബത്നു നഖല എന്ന സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ, ബത്നു നഖല എന്ന് പറഞ്ഞ മക്കയുടെ കിഴക്കു ഭാഗത്തുള്ള ഒരു അറിയപ്പെട്ട ഒരു ഗ്രാമമാണ് ബത്നു നഖല എന്നുള്ളത്. ഇന്നത്തെ അതിൻ്റെ പേര് മുളയ്യക് എന്നാണ് അത്ര, മുളയ്യക്. അപ്പോൾ ബത്നു നഖൽ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തറാഅയ്ന അൽ ഹിലാല ഞങ്ങൾ ചന്ദ്രനെ പരസ്പരം എന്ത് ചെയ്തു? കാണിച്ചു കൊടുത്തു. അറ ബാലുന ബാലൻ ഞങ്ങൾ പരസ്പരം എന്ത് ചെയ്തു? കാണിച്ചു കൊടുത്തു. ഫക്കാല ബാദുൽ കോമി അപ്പോൾ ഞങ്ങളെ സംഘത്തിലെ ചില ആളുകൾ പറഞ്ഞു, ഫക്കാല പറഞ്ഞു, ബാദുൽ കോമി സംഘത്തിലെ ചില ആളുകൾ പറഞ്ഞു, ഹുവ ഇബ്നു സലാസിൻ അത് 3 ദിവസമായിട്ടുള്ള ചന്ദ്രനാണല്ലോ, 3-ാമത്തെ ദിവസത്തെ ചന്ദ്രനാണല്ലോ, 3-ാമത്തെ രാത്രിയുടെ നല്ല കുറച്ച് വലുപ്പമുണ്ട്. അപ്പോൾ ഞങ്ങൾ ചില ആളുകൾ പറഞ്ഞു അത് 3-ാമത്തെ ദിവസത്തെ ചന്ദ്രനാണല്ലോ. വക്കാല ബാദുൽ കോമി ചിലവർ പറഞ്ഞു അല്ല, ഹുവ ഇബ്നു ലൈലത്തൈനി അത് 2 രാത്രി ചന്ദ്രനാണെന്ന് പറഞ്ഞു. അങ്ങനെ ഫലഖീന ഞങ്ങൾ കണ്ടുമുട്ടി ഇബ്നു അബ്ബാസൻ ഞങ്ങൾ എന്ത് ചെയ്തു? കണ്ടുമുട്ടി. റളിയല്ലാഹു അൻഹു. ഫഖുൽന അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നാ റഅയ്ന അൽ ഹിലാല ഞങ്ങൾ ചന്ദ്രനെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ ഹിലാലിനെ കണ്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. ഫഖാല ബാദുൽ ഖൗമി അപ്പോൾ ചില ആളുകൾ പറഞ്ഞു, ഇബ്നു സലാസിൻ അത് 3-ാമത്തെ ദിവസത്തെ ചന്ദ്രനാണ്. വഖാല ബാദുൽ ഖൗമി ചിലർ പറഞ്ഞു, ഇബ്നു ലൈലത്തൈനി അതെന്ത് 2 ദിവസത്തെ 2-ാമത്തെ ദിവസത്തെ ചന്ദ്രനാണ് എന്ന് പറഞ്ഞു. 2 ദിവസത്തെ ചന്ദ്രനാണ്, 2-ാമത്തെ ദിവസത്തെ ചന്ദ്രനാണ് പറഞ്ഞു രാത്രിയുടെ. ഫഖാല അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ആര് ചോദിച്ചു? ഇബ്നു അബ്ബാസ് എന്നവർ ചോദിച്ചു, അയ്യ ലൈലത്തിൻ റഅയ്തുമൂഹു ഏത് രാത്രിയാണ് നിങ്ങൾ ആ ചന്ദ്രനെ കണ്ടത്? അയ്യ ലൈലത്ത് ഏത് രാത്രിയാണ് റഅയ്തുമൂഹു നിങ്ങൾ അതിനെ കണ്ടത്? ഖുൽനാ ഞങ്ങൾ പറഞ്ഞു, ലൈലത്ത കദാ വ കദാ ഇന്നാലിന്ന രാത്രിയാണ് ഞങ്ങൾ കണ്ടത്, ഇന്നാലിന്ന രാത്രിയാണ് ഞങ്ങൾ കണ്ടത്. ഉദാഹരണം തിങ്കളാഴ്ച പറഞ്ഞ ഉദ്ദേശം തിങ്കളാഴ്ചയാണ് പറഞ്ഞത്. ഫഖാല അപ്പം അദ്ദേഹം പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയം നബി തങ്ങൾ മുദ്ദഹു ലിർറുയാ കാണുന്നതിന് വേണ്ടി അതിനെ നീട്ടിയിരിക്കുന്നു. മുദ്ദഹു അതിന് നബി തങ്ങൾ നീട്ടിയിരിക്കുന്നു. ലിർറുയാ കാണാൻ വേണ്ടി, കാണണം. ഐ ജഅല മുദ്ദത റമളാന സമാന റുയത്തിൽ ഹിലാലി റമളാന്റെ കാലയളവിനെ ചന്ദ്രനെ കാണാനുള്ള കാലമാക്കി നബി നിങ്ങൾ ആക്കിയിട്ടുണ്ട്. അഥവാ റമളാൻ മാസമാണെന്നുണ്ട് ചന്ദ്രനെ കാണേണ്ടതുണ്ട്. ഫഹുവ അത് ലി ലൈലത്തി ഹുവ അത് ആ റമളാൻ ലി ലൈലത്തിൻ റഅയ്തുമൂഹു നിങ്ങൾ കണ്ട രാത്രിക്കുള്ളതാകുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് റമളാന്റെ എന്താകുന്നു? ഫഹുവ അത് ആ റമളാൻ ലൈലത്തിൻ റഅയ്തുമൂഹു നിങ്ങൾ കണ്ട രാത്രിക്കുള്ളതാകുന്നു. അപ്പോൾ നിങ്ങൾ കണ്ട രാത്രിയാണേത്? റമളാന്റെ ചന്ദ്രനാകുന്നു. വൽപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പരിഗണിക്കേണ്ട ആവശ്യം ഇല്ല. ഫീ റിവായത്തിൻ അൻഹു അദ്ദേഹത്തിലുള്ള മറ്റൊരു റിവായത്തിലുണ്ട്, ഖാല അദ്ദേഹം പറയാണ്, ആരെ തൊട്ട്? അബിയുൽ ബുഖ്തരി എന്നവർ പറയാണ്, ഖാല അഹ്ലന്നാ റമളാന ഞങ്ങൾ റമളാനിലെ ചന്ദ്രനെ കണ്ടു. അഹ്ലന്നാ റമളാന റമളാനിലെ ചന്ദ്രനെ കണ്ടു. മറ്റൊരു റിവായത്തിൽ വനഹനു ബിദാത്തി ഇറക്കിൻ ഞങ്ങൾ ദാത്തു ഇറക്കിലായിരിക്കേ. ദാത്തു ഇറക്ക് എന്നുള്ള സ്ഥലത്തിൻ്റെ പേരാണ്. ബത്നു നഖലയുടെ മുകളിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഇത്, ദാത്തു ഇറക്ക്. ഞങ്ങൾ ദാത്തു ഇറക്കിലായിരിക്കേ ഞങ്ങൾ റമളാനിലെ ചന്ദ്രനെ കണ്ടു. ഫർസലിന് അപ്പം ഞങ്ങൾ അയച്ചു, റജുലൻ ഒരു പുരുഷനെ അയച്ചു, ഇലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിലേക്ക് യസ്അലുഹു അതിനെക്കുറിച്ച് ചോദിക്കാനായിട്ട്, ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാനായിട്ട് ഒരു പുരുഷനെ ഇബ്നു അബ്ബാസിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഫഖാല ഇബ്നു അബ്ബാസിന് അപ്പം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ
നിശ്ചയം അല്ലാഹു കത് അമദ്ദഹു അതിനെ നീട്ടിയിരിക്കുന്നു ലിറുയതിഹി അതിനെ കാണാൻ വേണ്ടി. ഐ അതാല മുദ്ദത്തുഹു അതിൻ്റെ കാലവിനെ അള്ളാഹു നീട്ടിയിരിക്കുന്നു. ഇലാ റുയത്തി കാണുന്നതിലേക്ക്. ഐ അതാല മുദ്ദത്ത ഷഅബാന ഇലാ സമാനി റുയത്തി ഹിലാലി റമളാന റമളാനിനെ ഹിലാലിനെ കാണുന്ന കാലം വരെ ഷഅബാന്റെ കാലത്തെ നീട്ടിയിട്ടുണ്ട്. അഥവാ റമളാന്റെ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്ത് വേണം? മാസം കാണണം എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹു തആല നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നബി തങ്ങൾ പറഞ്ഞു ഇന്നല്ലാഹു തആല അല്ലാഹു തആല ഖദ അമദ്ദഹു അതിനെ നീട്ടിയിട്ടുണ്ട് ലിറുയതിഹി അതിനെ കാണുന്നത് വരെ. അപ്പോൾ അതിനെ കാണണം എന്നർത്ഥം. ഫൻ ഉമിയ അലൈക്കും നിങ്ങളുടെ മേൽ എന്ത് ചെയ്ത് മേഘം മൂടിയിട്ടുണ്ടെങ്കിൽ ഫക്മിലു നിങ്ങൾ പൂർത്തിയാക്കുക ഇദ്ദത്ത എണ്ണം പൂർത്തിയാക്കുക എന്നും ആര് പറഞ്ഞിട്ടുണ്ട്? നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഷഅബാന്റെ എണ്ണം പൂർത്തിയാക്കണം മേഘം മൂടിയാൽ. റവാഹു മുസ്ലിം. അസ്സലാമു അലൈക്കും. ഇതോടുകൂടെ ഈ പാഠം ഇവിടെ കഴിയാണ്. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.